കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിൽ മാറ്റി താമസിപ്പിച്ച് സ്ഥലമുണ്ടാക്കാമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ അറിയിച്ചു. താൻ കക്ഷിക്കാരും എതിർകക്ഷിക്കാരും ഒരുപോലെ കൈയടിച്ച് പ്രസ്താവന സ്വാഗതം ചെയ്തു. അല്ലെങ്കിലും ഇവന്മാർക്ക് രാഷ്ട്രീയം ഒരു ബിസിനസ് അല്ലയോ? മുഖ്യം പറഞ്ഞ് കേട്ടില്ലേ? പാവപ്പെട്ടവരെ കുടിയിറക്കി കഞ്ചാവ് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ വല്ലതും നടക്കോ? അനങ്ങാതിരി. പിന്നെ വല്ല മുറിവോ ചതവോ പറ്റിക്കഴിഞ്ഞാൽ എന്റെ പടലിക്കായിരിക്കും. ഇപ്പോഴേ ചുവപ്പെന്നോ പച്ചയെന്നോ ഒന്നും പറയണ്ട. രാഷ്ട്രീയത്തിലെ ഒരു നിറവേ ഉള്ളൂ. അറിയോ? അറിയത്തില്ല അല്ലയോ? എന്ത് പറയാനയാള് വീണ്ടും കിടന്ന് പെടലി. അനങ്ങാതിരി പറഞ്ഞില്ലേ? അപ്പോഴേ എന്താ പറഞ്ഞേ? ഒരു നിറം അറിയത്തില്ലല്ലയോ? ഞാൻ പറഞ്ഞു തരാം. വെള്ളി 2 തൊട്ട് കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ പ്രത്യേക ശാസ്ത്രവും വേണ്ട, പ്രതിച്ഛായേ മാറും. ഇടത് വലത് എന്നൊന്നും അച്ഛനോ? അയ്യോ, അച്ഛനെന്ത് പറ്റി? എന്റെ ദൈവമേ, ഈ കൊച്ചെന്താന്നും മിണ്ടാതിരിക്കുന്നേ? അയ്യോ പാവം, ഇന്നലെ വരെ ഇവിടെ വന്നതായിരുന്നു. അതെ, നീ പേടിക്കണ്ട കേട്ടോ, നിനക്ക് ഞാനുണ്ട്. അയ്യോ, പിന്നെ അച്ഛൻ ഇന്നിത്തിരി നേരത്തെ വരും, അത് പറയാനാണ് വന്നത്. അയ്യോ, അത് പറയാനാണോ? നീ വന്നോളൂ, എന്നും വന്നോളൂ. അതെന്തിനാ? അത് പിന്നെ അവൾ ജോലി പഠിപ്പിക്കണ്ട. തനിക്കെന്താ അവളിവിടെ വന്നപ്പോ ഒരു ഉരുണ്ടുകളി? എനിക്കൊന്നുമില്ല. ഓരോരുത്തരെ ഇങ്ങനെ നമ്മുടെ കടയിലോട്ട് ഇങ്ങനെ വരുന്നു, പിന്നെ പോകുന്നു. അവളാരാ? എനിക്ക് അവളെ അറിയൊന്നുമില്ല. കഴിഞ്ഞ 5 വർഷമായി താൻ അവളുടെ പുറകെ നടക്കുകയല്ലായിരുന്നു. എന്നും പതിവ് തെറ്റാതെ 5 കായ് വാങ്ങാതെ ആ തന്തപ്പടിക്ക് ക്ഷൗരം നടത്തുന്നില്ലേ? അതിന് മേലും മുഴുവൻ ഈ രാധേ രാധേന്ന് എഴുതി വെച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഹിന്ദിയ, അവൾക്ക് ഹിന്ദിയൊന്നും വായിക്കാൻ അറിയില്ല. സൗജന്യ ക്ഷൗരം നമുക്കും പറ്റുമോ ആവോ? കിട്ടും കിട്ടും. കല്യാണപ്രായമായ പെൺമക്കളുണ്ടെങ്കിൽ അമ്മായിയമ്മനെ പ്രതിട്ട് ചൊല്ലിയോ ഈ തിരക്കരുത്. ഒന്ന് മിണ്ടാതിരി സാറേ, കാശൊന്ന് പോവാൻ നോക്കട്ടാ. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമുട്ടായിരുന്നു, ഒരു താമരമുട്ടായിരുന്നു നീ. പ്രാവണിപ്രായത്തിൽ പാടി വീടന്ന നീ പൂഞ്ചേല പരുവത്തിൽ
ഇന്നുണ്ടെങ്കിൽ നാളെ നിന്റെ കഴുത്തിൽ ഞാൻ തന്നെയല്ലേ താലി ഇടുക? അയ്യോ പിന്നെ വന്ന് വെട്ടടോ, നോക്കി സ്വപ്നം കാണോ. മാന്യന്മാര് വന്നു കഴിഞ്ഞാൽ എണീക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പുതിയ തുണി തന്നെ എടുത്തേക്കാം. പഴയ തുണിയിലൊക്കെ അല്ല സാറേ, മുടി വെട്ടാനായെന്ന് തോന്നുന്നു. ആണോ? എങ്കിലും ഇപ്പം വേണ്ട, ഞാനൊരല്പം തിരക്കിലാകണോ. ഈ താടി ഒന്ന് പഠിച്ചു തന്നാമോ? ഇപ്പൊ ചെയ്തു. കുറച്ച് വേറല്ലോ. പഠിക്ക് പഠി. രാധ രാധ അല്ല, രാധ ഇവിടെ വന്നിരുന്നു. തന്നെ തന്നെ, ഞാനല്ലേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പഠിക്ക് പഠിക്ക്. രാധേ, എനിക്ക് രാധേ അല്ല, രാധേ എനിക്ക് രാധ വളരെ വലുതായി എന്ന് എനിക്ക് തോന്നുന്നു. തന്നെ 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 തന്നെ, കാലം പോയൊരു ഓക്കെ ഉണങ്ങ് വലുതായി പോയില്ലയോ. എനിക്കൊരല്പം തിരക്കുണ്ട. പഠിക്ക പഠിക്ക. തീർത്ത് തരാം. ഇല്ല സാറേ, എന്താ ഇന്നൊരു തിരക്ക്? അത് ഞാൻ പറഞ്ഞില്ല അല്ലയോ. രാധയുടെ വിവാഹം നിശ്ചയിച്ചു. ഹൃദയസ്പന്ദനം ചിലങ്കകൾ നിശബ്ദം, പ്രേമകുടീരം വെറും ചാമ്പൽ കൂമ്പ്. ഈ കുറിപ്പ് ചീട്ടാക്കിയിട്ട് ഇന്ന് രാഹുകാലത്തിന് മുമ്പ് ചെറുക്കന്റെ വീട്ടിലോട്ട് എത്തിക്കണം. ആ വടിക്ക് വടിക്ക് തിരക്ക്. ഇതോടെ നിർത്തി സൗജന്യ ക്ഷൗരം. അയ്യോ എന്റെ താടി, ഈ മരുവാനുണ്ടല്ലോ, ഈ വരുന്നവൻ, അവൻ ബാർബറായ കൊള്ളാം.